ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. കേദാർകന്ത ട്രെക്കിങ്ങിൻ്റെ രണ്ടാമത്തെ ദിവസമാണിത്. സെക്കൻഡ് ഡേ. ജസ്റ്റ് പിണീച്ചിട്ടാലും 6 o'clock ആയി. പുറത്തുള്ള തണുപ്പ് കയ്യിൽ ഫ്രീസ് ആയിട്ടുണ്ട്. ഗ്ലൗസിലാണൊന്നും നിൽക്കാൻ പറ്റില്ല. ഭയങ്കര കിടന്ന ടെൻറ്റ് നാടൻ കൂട്ടിയുണ്ട്. നല്ല ഉറക്കമാണ്. ജസ്റ്റ് എണീച്ചിട്ടാലും ഇനി ബ്രഷ് ചെയ്യണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നേരെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ. ഇനി അടുത്തത് ബേസ് ക്യാമ്പിലേക്കാണ്. ഓക്കെ, സോ ഇനി പുറത്തുള്ള കാഴ്ച കാണിച്ചു തരാം. ഓക്കെ, മോർണിംഗ് കാഴ്ചകൾ. ഇതാണ് മോർണിംഗ് കാഴ്ചകൾ. വൗ, അടുക്കൽ തണുപ്പവിടെ. ഇനിയിപ്പോൾ ഒന്ന് ബ്രഷ് ചെയ്തിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നേരം ബേസ് ക്യാമ്പിലേക്ക്. ഇന്ന് അവിടെ സ്റ്റേ ചെയ്തിട്ട് ബേസ് ക്യാമ്പിന് ഒരു 2 മണിക്കാണ് നൈറ്റ്. എന്നുവെച്ചൊരു 3 മണിയാകുമ്പോൾ അവിടുന്ന് സബ്മിറ്റിലേക്ക് പോകണം. ഇത് നമ്മൾ ഫുഡെല്ലാം ഉണ്ടാക്കുന്ന സ്ഥലം, കിച്ചൺ. ഇത് നമ്മൾ ടെൻറ്റ്. അവിടെ കുറേ ടെൻ്റ് ഉണ്ട്. ബാക്ക് സൈഡിൽ ഈ ടെൻറ്റിലാണ് മലയാളി ഉള്ളത്. ഈ ടെൻറ്റിൽ ഒരു മലയാളി, 2 തമിഴ്. അടുക്ക തണുപ്പോടാ. ഇതൊന്നും ഇല്ലേ, നടക്കൂല. ഹൈ ഹൈ ഹൈ. സൂര്യൻ വന്നു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനത്തെ മഴയെല്ലാം ചെറുങ്ങനെ സൂര്യൻ്റെ വെളിച്ചെത്തിക്കഴിഞ്ഞ്. യെസ്, ഇപ്പം ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന. അത് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് വേണം ഇവിടുന്ന് നമുക്ക് നേരെ ബേസ് ക്യാമ്പിലേക്ക് പോകാൻ. അപ്പോൾ ഇവിടുന്ന് ഒരു 9 മണിക്ക് വിട്ട് കഴിഞ്ഞാൽ ഏകദേശം ഒരു 3 മണിയാകുമ്പോൾ ഈവനിങ് ആഫ്റ്റർനൂൺ ഒരു 3 മണിയാകുമ്പോൾ നമ്മളവിടെ എത്തും. 3-3:30 ആ സമയത്ത് എത്തും. നമ്മൾ നടക്കുന്നത് കഴിക്കും. നമ്മുടെ കൂട്ടത്തിൽ ഒരുത്തൻ കുറച്ച് വീക്കാണ്, അപ്പോൾ അവനെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഒരു 4 മണിയാകുമ്പോൾ കറക്റ്റ് 3 മണി മതി ശരിക്കത്തെ. ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്, വിളിച്ചിട്ടുണ്ട്. ഇനിയിപ്പം ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് കാണാം. ബ്രേക്ക്ഫാസ്റ്റ് റെഡി? ഓക്കെ, അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. ചായ എത്തി. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റിന് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാറാത്തല്ലോ. വെയിറ്റിംഗാ. നല്ല പൂരിയും മറ്റേ വൈറ്റ് ചന എല്ലാവരും അവിടെ നിന്ന് എടുക്കുന്നുണ്ട്. ഫുഡൊക്കെ എടുക്കുന്നുണ്ട്. നമ്മളെ മലയാളി കൈ മല്ലു നല്ല അടിച്ചു കയറ്റുന്ന ചപ്പാത്തി പൂരി അല്ലേ. പൂരി ഒരുപാട് ഷേപ്പല്ലേ, ഷേപ്പ് ശരിയില്ല. പൂരി പിടിക്കുമോ? പിടിക്കും. എവിടെ പിടിക്കൂ? upcoming YouTuber ka all the best. നമ്മൾ ഇവിടുന്ന് പോന്നല്ല, ഞാൻ നേരെ ക്യാമ്പിലേക്ക് പോന്ന. ഇവർ നേരെ ബേസ് ക്യാമ്പ് ഇവർ നേരെ സാങ്ക്രി വില്ലേജിൽ പോന്ന. ഞാൻ നേരെ ബേസ് ക്യാമ്പിലേക്ക് പോന്ന. All the best future YouTuber. സോ ഈ വഴിയാണ് പോകേണ്ടത്. അങ്ങനെ മെല്ലെ മല ഫുള്ളായിട്ട് കയറി പോണോ. യെസ്, ഇത് കാണുന്ന രീതി ഒന്നല്ല, അതെ 45 ഡിഗ്രി എന്നല്ല 50 ഡിഗ്രി ആംഗിളിലാണ് മല വരുന്നത്. നമുക്ക് കാണുന്ന ഈസി ഒന്നല്ല, പെട്ടെന്ന് കയറാൻ പറ്റുന്നില്ല. ഓടിക്കയറിയാൽ
കടന്നു പോകും. മെല്ലെ മെല്ലെ കയറുക. ഇത്രല്ലേ മെല്ലെ തിന്നാൻ മുള്ളം തിന്നാൻ പറഞ്ഞാൽ നമുക്ക് മെല്ലെ തിന്നാൽ മതി. നമ്മൾ ഗൈഡാ ഗോപി റൈറ്റ്? Yes. ഗോപി ഹരേ ഗോപി ഒട്ടും പോയാ ശരിക്കും ശരിയായ പണിയാ. കണ്ട ഏറ്റവും താഴ്വഴി നമ്മൾ കയറി വന്നേ. ഇപ്പോൾ എല്ലാ സ്ഥലത്തും ടീ പോയിണ്ടോ ഒരു 500 മീറ്റർ അല്ലെങ്കിൽ 1 കിലോമീറ്റർ അങ്ങനെ ഡിസ്റ്റൻസിൽ എല്ലാവരും ചത്ത്. പക്ഷെ ഭയങ്കര ബ്യൂട്ടിയാണ്. ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ പ്ലേസ്. അത് വ്യൂസൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. ഓ ഇപ്പോൾ ഉള്ള സ്ഥലത്തുള്ള വ്യൂ കാണിച്ചു തരാം. എന്ത് നൈസായിട്ടുള്ള വ്യൂ ആണ്. കണ്ടോ ഇവിടെയൊക്കെ ടെൻ്റുണ്ട്, ചെറിയ ടെൻ്റുണ്ട്. ഇവിടെ ചെറിയ സ്ഥലങ്ങളുണ്ട്. ഇപ്പം എൻ്റെ ടീമൊക്കെ അവിടെ ഉള്ളത്. യെസ്, മലേൻ്റെ മുകളിൽ മഞ്ഞൊക്കെ കാണാം. നമ്മളേറ്റവും താഴെ വരെ നന്ദിയാ. വാവ്, ചത്ത്. ഇപ്പോൾ ഏകദേശം ഒരു 9000 ഫീറ്റ് നമ്മൾ കവർ ചെയ്ത്. യെസ്, കാണുന്നില്ല മുകളിൽ കയറി കയറി വന്നേ. ഏറ്റവും മുകളിൽ കയറണം. വലിയൊരു ഫോറസ്റ്റ് കയറി ഇറങ്ങി ഇപ്പോൾ അടുത്ത് നല്ലൊരു സ്ഥലത്തെത്തി. നമ്മളിപ്പോൾ ടീ പോയിന്റ് എത്തിയിട്ടുണ്ട്, റെസ്റ്റിംഗ് പോയിന്റ്. നമുക്കൊരു റെസ്റ്റ് ആക്കിയിട്ടാണ് പോയത്. അങ്ങനെ നമ്മളെ ടീമിനെ വീണ്ടും കണ്ടെത്തി. ഇന്നലെ നമ്മളെ കൂടെ ഉണ്ടായ എൻ്റെ കൂടെ ഡെറാഡൂണിൽ നിന്ന് വന്നേ കാറിലൊന്നും ടീമുണ്ടായിരുന്നു അവിടെ. അവർ വീണ്ടും കണ്ടെത്തി. ജിൻ ബ്രോ, आप कैसे? How are you? Trip. Hi. How are you? Nice. Good. Nice. Very nice. Do you want to experience some rock climbing? ഇവിടെ ഒരു റോക്ക് ക്ലൈമ്പിങ്ങിൻ്റെ സ്ഥലമുണ്ട്. എന്തായാലും ഇവിടം വരെ വന്നതല്ലേ, അപ്പോൾ He's a horse guy. അതും കൂടി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വിചാരിച്ചത്. ഇവിടം വരെ വന്ന സ്ഥിതിക്ക് അത് ചെയ്തില്ലെങ്കിൽ ഭയങ്കര മോശമല്ലേ. യെസ്, ഇവരും കൂടി തന്നെ വരുന്നുണ്ട് കൂടെ ട്രൈ ചെയ്തിട്ട്. സോ ആക്ച്വലി ദിസ് ഇസ് വെരി ഡിഫിക്കൾട്ട്. അങ്ങനെ പറയുന്നത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. കാണിച്ചു തരാം എന്താ കയറേണ്ടതെന്ന്. സ്റ്റെക്ക് അവിടെ സ്റ്റെക്കായിട്ടുള്ള പിന്നെ മുകളിൽ കയറി പോകണം. Take your time. ज़्यादा एक्साइटेड हो गए. ध्यान से वही चोट आएगा तो दिक्कत होगा. हाँ, बस इसके ऊपर नहीं, फोल्ड बनाओ, ज़्यादा ऊपर नहीं. सर ये तो कूदेगा लगता है. आराम से फोल्ड बना के. तो आपका तालाब से कितना दूर था? क्या बेस कैंप 500. हाँ, yes. Good. ടീം നമ്മളെ കൂടെ എല്ലാവരും ഒരുമിച്ച് കണ്ടുപിട്ടി. അവർ ആക്ച്വലി വേറെ ടീമായതുകൊണ്ട് അവരുടെ സ്റ്റേയും കാര്യങ്ങളൊക്കെ വേറെ ആയിരിക്കും. പക്ഷെ നമ്മൾ ഒരുമിച്ചായിരിക്കുമ്പോൾ യാത്രയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് കാണാൻ കണ്ടുവിട്ടാൻ പറ്റും. അതൊക്കെ തിരിച്ചു പോകാം. ഇവിടെ ഫുള്ള് ഫോട്ടോ വിളിക്കണ്ട. ഇതവള് കയറി വന്നേ. മല ഫുള്ളായിട്ട് കയറി ഇറങ്ങണം. ഓക്കെ, പിന്നെ അവർ അവിടെ നിന്ന് വരുന്നുണ്ട്. സ്ലോലി ആയിട്ട് വരാമെന്ന് പറഞ്ഞേ. ചെറിയ ഒരാൾക്ക് തീരെ കഴിയുന്നില്ല.
ഇത് കയറി ഈ ഒരു മല ഫുള്ള് കയറി ഇറങ്ങിക്കൽ കുറച്ച് ടഫാണ്. ആരെങ്കിലും എന്തെങ്കിലും ട്രക്കിങ് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ബെസ്റ്റാണ്, നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. കേദാർകന്ദ പക്ഷേ കേദാർകന്ദയ്ക്ക് മുമ്പ് നിങ്ങൾ എന്തെങ്കിലും ചെറിയൊരു ട്രക്ക് എന്തായാലും ചെയ്തിരിക്കണം, സ്മോൾ ട്രക്കിങ്. അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം ആയിട്ട് വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടും. ട്രക്കിങ്ങിനെ പറ്റി അറിയാമെങ്കിൽ ചെറിയ ട്രക്ക് ചെയ്താൽ നല്ലതായിരിക്കും. പ്രൊഫഷണൽ ട്രക്കിങ് ഇതാണ് ഏറ്റവും നല്ലത്. അവിടെ കുറച്ച് സ്റ്റെക്കായി പോയി നമ്മൾ. സ്റ്റെക്കായി വെച്ചാൽ ആ റേഞ്ച് ഉണ്ടായിരുന്നു ചെറിയ, നമുക്ക് മെസ്സേജ് അയച്ച് വീട്ടിലേക്കുള്ള. അപ്പോൾ അവിടെ കുറേ സമയം ഇതുകൊണ്ട് ബോഡീൻ്റെ ടെമ്പറേച്ചറിലും കുറഞ്ഞു പോയി, തണുത്തുപോയി ബോഡിയിൽ നിന്ന്. അപ്പോൾ പിന്നെയും വാക്ക് ചെയ്യുമ്പോൾ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അപ്പോൾ യാത്ര ചെയ്യുമ്പോൾ ഒരിക്കലും കൂടുതൽ സമയം ഇരിക്കാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് റെസ്റ്റ് എടുത്ത് അവിടെ പിന്നെയും വാക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത്. ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. ചിലപ്പോൾ അത് ഫസ്റ്റ് ടൈം അവിടെ നിന്ന് കയറിയ സമയത്ത് എനിക്ക് പെട്ടെന്ന് നടക്കാൻ പറ്റിയില്ല, ബോഡി ഫുൾ തണുത്തുപോയി. ഇപ്പോൾ ബോഡി ടെമ്പറേച്ചറിലും കൂടിയിട്ടുണ്ടെന്ന് ഇന്ന് ഹീറ്റായിട്ട് വരുന്നുണ്ട്. സോ ഇപ്പോൾ നടക്കാൻ പറ്റുമോ, അവരൊക്കെ വേഗം നടക്കുന്നുണ്ട്. മലയാളിക്ക് എന്താ വേഗം സ്ലോ നടക്കുന്നത് പറയുന്നത്. സോ സബ്മിറ്റിൽ എനിക്ക് ഫസ്റ്റ് എത്തണം, അതെൻ്റെ ലക്ഷ്യം. ഇന്നലെ പോയ ടീമിൽ അവിടെ മലയാളി കണ്ടു, അപ്പോൾ മലയാളീസാണ് ഫസ്റ്റ് എത്തിയെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ടീമിൽ എനിക്ക് ഫസ്റ്റ് എത്തണം. ഞാനിപ്പോൾ ഓക്കെ. അവിടുന്ന് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് കുറേ സമയം അവിടെ ഇരുന്ന് പോയി. സോ വ്യൂ കാണുന്നത് ഈസിയല്ല. ഇപ്പം കയ്യെല്ലാം മരവിക്കാൻ തുടങ്ങി, നല്ല തണുപ്പ് തുടങ്ങി. ഇവിടെ ഹൈറ്റ് കൂടുന്നതനുസരിച്ചിട്ട് തണുപ്പ് വരുന്നുണ്ട്. ഓൾമോസ്റ്റ് നമ്മൾ ഫസ്റ്റ് ബേസ് ക്യാമ്പ് എത്താനായി. അപ്പോൾ ഇന്ന് ഇവിടെ ഞാൻ സ്റ്റേ ചെയ്യുക ബേസ് ക്യാമ്പിൽ. നാളെ രാവിലെ എണീച്ച് പോകണം. രാത്രി 2 മണി എണീക്കണം, പുലച്ചക്ക് 2 മണിക്ക് എണീച്ചിട്ട് ഒരു 3 മണിയാകുമ്പോൾ നൈറ്റ് ഇറങ്ങണം. ടോർച്ചൊക്കെ എടുത്ത് നടക്കണം. പക്ഷെ എൻ്റെ അടുത്ത് ടോർച്ചില്ല. ഓ ജസ്റ്റ് മിസ്, ഇപ്പം ഞാൻ വീണ് മരിച്ചാണ്, ഫോണിലായിപ്പോയി. ഓക്കെ നോ പ്രോബ്ലം. അപ്പോൾ നാളെ ടോർച്ചില്ലാത്തതുകൊണ്ട് ഫോൺ പിടിച്ച് നടക്കേണ്ടി വരും. പക്ഷെ നല്ല തണുപ്പായിരിക്കും, രാവിലെ ഫ്രീസ് ആയി പോകും കയ്യല്ലോ. ഇവിടെ ഭയങ്കര തണുപ്പ് ഇപ്പം തന്നെ കൂടിയുണ്ട്. ഓ സബ്മിറ്റ് എത്തുക ഒരു 6 മണിയാകുമ്പോൾ എത്തണം നമ്മൾ സബ്മിറ്റിൽ. എന്നാലും മാത്രമേ നമുക്ക് അത് കാണാൻ പറ്റൂ, സൺറൈസ്. അങ്ങനെ ദൂരെ കാണുക ബേസ് ക്യാമ്പ്. കാണുന്നുണ്ടെന്ന് ആർക്കറിയില്ല. യെസ്, നമ്മൾ സ്ലീപ്പിംഗ് ബാഗിലെടുത്ത് വരുന്ന കുതിര കണ്ടോ, താഴെ കുറേ ടെൻ്റൊക്കെ. ഇവിടെ ഭയങ്കര അമേസിങ് വ്യൂ ആണ്. കണ്ണുകൊണ്ട് കാണുന്നത് വേറെ തന്നെയാണ്, ഫോൺ കൊണ്ട് കിട്ടുന്നത് വേറെ തന്നെ ആയിരിക്കും അല്ലേ. ഫൈനലി എത്തി, സ്ഥലമെത്തി, നമ്മളെ ബേസ് ക്യാമ്പ് എത്തി. ഓ ഇങ്ങോട്ട് തന്നെ വ്യൂ അമേസിങ് വ്യൂ ആ. അയ്യോ ഒന്നും പറയണ്ട. വാ ഞാൻ കാണിച്ചു തരാം, വ്യൂ കാണിച്ചു തരാം. വാ ടെൻ്റൊക്കെ ഉണ്ടോ, ഇഷ്ടം പോലെ മല കാണാം. നമ്മൾ അറ്റ മല അതിൻ്റെ ലൈനിൽ ബാക്ക് സൈഡിൽ നിന്ന് വന്നത്. യെസ് യെസ്. ആ കാണുന്ന മലയില്ലേ, യെസ് ഇതാണ് സബ്മിറ്റ്. ഇവിടെയാണ് നമുക്ക് എടുത്തേണ്ടത്. നാളെ രാവിലെ ഇവിടുന്നാണ് നമ്മളെല്ലാം കാണേണ്ടത്, സൺറൈസും കാര്യങ്ങളും കാണേണ്ട സ്ഥലം. ഫൈനലി അങ്ങനെ നമ്മൾ എത്തിക്കഴിഞ്ഞ് നമ്മൾ ടെൻറ്റും കാര്യങ്ങളും ഇവിടെ ഉള്ളത്. ഈ കാണുന്ന എൻ്റെ ടെൻറ്റ്. ഓക്കെ ഇവിടെ നിന്നുള്ള വ്യൂ വാവ് അമേസിങ്. യെസ് അത് കാണുന്നതാണ് സബ്മിറ്റ്. അവിടെ പോകണം നാളെ രാവിലെ പൊളിച്ചക്ക്.
ഇവിടെ ഒരു വില്ലേജ് ഉണ്ടോ? ഈ വില്ലേജിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മളുള്ളത്. നമ്മളിപ്പോൾ ടെൻറ്റിൻ്റെ അടുത്ത് നിന്ന് താഴേക്ക് നല്ലൊരു വ്യൂ ഉണ്ട്. വ്യൂ പോയിന്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. നമ്മുടെ ഫ്രണ്ട്സൊക്കെ അവിടെ ഉണ്ട്. മുന്നേ വന്ന ടീമല്ലോ. അപ്പോൾ അവരുടെ അടുത്ത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. ഓ നല്ല ചൂടുണ്ട് ഇപ്പോൾ. നല്ല തണുത്ത കാറ്റും നല്ല ഹെവി വെയിലും. ഫൈനലി ബേസ് ക്യാമ്പിലെത്തി. ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ചു. അവർക്ക് വേറെ സ്ഥലത്താണുള്ളത്. ഞാൻ ഇപ്പോൾ ടെൻറ്റ് കയറിയിട്ടാണുള്ളത് റെസ്റ്റ് എടുക്കുക. ഓക്കെ, ഇവിടുത്തെ വ്യൂ കാണിച്ചു തരാം. ടെൻറ്റിലുള്ള വ്യൂ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് വ്യൂ. ടെൻറ്റിൽ നിന്ന് കാണുന്ന വ്യൂ. വാവ്. ഇവിടെ വന്നിട്ട് ഇപ്പം ക്രിക്കറ്റ് കളിക്കാനുള്ള പ്ലാനല്ല. എല്ലാവരും ക്രിക്കറ്റ് കളിക്കാനുള്ള തയ്യാറെടുപ്പിലുള്ള. അപ്പോൾ നമുക്ക് ക്രിക്കറ്റ് കളിക്കാം. ബോൾ മിസ്സായിപ്പോയി. ബോൾ മിസ്സായിട്ട് ബോൾ വരുന്ന എല്ലാവരും കൂടിയിട്ട്. ബോൾ സെർച്ച് ചെയ്യുന്ന എല്ലാവരും കൂടിയിട്ട്. ബോൾ കാണുന്നില്ല. അടിച്ച് പറത്തി കളഞ്ഞു ബോൾ. ഓക്കെ ഓക്കെ ഫൈൻ. ഫൈനലി ബോൾ കിട്ടി. കം കം കം, വി ക്യാൻ പ്ലേ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ നമ്മൾ ക്രിക്കറ്റ് കളി കണ്ടിട്ട് വാ. ഓക്കെ, അങ്ങനെ ക്രിക്കറ്റ് കളിയെല്ലാം കഴിഞ്ഞ് നമ്മൾ നിൽക്കുന്ന സമയത്താണ് നമുക്ക് പുതിയൊരു ഐഡിയ വന്നത്. ഒരു സ്ലോ മോഷൻ വീഡിയോ ഓടുന്നെടുക്കുക എന്നുള്ളത്. അപ്പോൾ സൂര്യനെല്ലാം പോയി കഴിഞ്ഞ് ഇനി ഇപ്പോൾ തണുപ്പ് വരാൻ തുടങ്ങും. യെസ്, റൈറ്റ്. സൂര്യൻ മൊത്തത്തിൽ പോകാൻ തുടങ്ങി. ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഇപ്പം തന്നെ കൈ തണുത്ത് വരാൻ തുടങ്ങി. ഇനിയിപ്പോൾ ഗ്ലൗസ് എന്തായാലും നിർബന്ധമാണ്. അതുപോലെ നമ്മളെ ഗൈഡ് പറഞ്ഞ് ഇനി വേഗം പോയിട്ട് ഇതെടുത്തു വന്നു. ഇത് ജാക്കറ്റ് ഇട്ടിട്ട് സെറ്റായിക്കോ, ഇനി നടക്കൂല എന്നുള്ളത്. എന്താ ഡോഗ് കൂടി ഉണ്ട്. നമ്മുടെ ടീമൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. എല്ലാവർക്കും പോയിട്ട് ജാക്കറ്റിലേക്ക് ഇടും. ഈവനിങ് വ്യൂ.